ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച കൊടുവള്ളിയിലെ വോട്ടർമാരോടുള്ള നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശ്രീ പി കെ ഫിറോസ് 8 മിനിറ്റ്. എനിക്ക് ആദ്യമായി ഈ നിയമസഭയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ മറച്ചുവെക്കുന്നില്ല. എനിക്ക് ഇതിന് അവസരം നൽകിയ എൻ്റെ പാർട്ടിയോട്, എൻ്റെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സാർ, മൺമറഞ്ഞുപോയ ഒരുപാട് നേതാക്കന്മാർ പ്രതിനിധീകരിച്ചൊരു മണ്ഡലമാണ് എൻ്റെ നിയോജകമണ്ഡലം കൊടുവള്ളി. ആദരണീയനായ അമ്മു സാഹിബും പി എം അബൂബക്കർ സാഹിബും സി മോയിൻകുട്ടി സാഹിബും ഒക്കെ പ്രതിനിധീകരിച്ചൊരു മണ്ഡലം എന്ന നിലക്ക് ആ നേതാക്കന്മാരെ എല്ലാം ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഡോക്ടർ എം കെ മുനീർ MLA ആണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാവാൻ ഭാഗ്യം ലഭിച്ചതുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതിലെല്ലാം ഉപരിയായി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച കൊടുവള്ളിയിലെ വോട്ടർമാരോടുള്ള നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സാർ, കഴിഞ്ഞ 10 വർഷക്കാലം നയപ്രഖ്യാപനം ഒരു ഭാഗത്തും ഭരണം മറ്റൊരു വഴിക്കും സഞ്ചരിച്ചപ്പോൾ പറയുന്നത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് സാർ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, നയമാറ്റം സർവ്വമേഖലയിലും പ്രകടമാണ്. UDFന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ കണ്ടാൽ നമുക്ക് അക്കാര്യം ബോധ്യമാകും. ഒരർത്ഥത്തിൽ ജനങ്ങൾ കൈയേറിയ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ശ്രീലങ്കയിൽ ഭരണമാറ്റം ഉണ്ടായപ്പോൾ ഭരണാധികാരിയുടെ വീട്ടിലും നീന്തൽക്കുളത്തിലുമൊക്കെ ജനങ്ങൾ കയറിയിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ ക്ലിഫ് ഹൗസിലെ മോടി പിടിപ്പിച്ച നീന്തൽക്കുളത്തിലേക്ക് ജനങ്ങൾ കയറാതിരുന്നത് അവരുടെ ഉയർന്ന രാഷ്ട്രീയ ബോധ്യം കൊണ്ട് മാത്രമാണ് സാർ. സാർ, നയമാറ്റം എല്ലാ മേഖലയിലും കാണാം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൽ മറന്നു വെച്ച് വേദന അനുഭവിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അർശിനുമാരെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ഭരണം മാറിയ ഉടനെ അതേ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ച് പുഞ്ചിരിക്കുന്ന അർശിനുമാരുടെ മുഖമാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ആശമാരുടെ സമരവും അതിനെ അവഗണിക്കുന്ന ഒരു ഭരണകൂടവുമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ഭരണം മാറിയ ഉടനെ അവർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ച പുഞ്ചിരിക്കുന്ന ആശാവർക്കന്മാരെയാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ എനിക്ക് ചികിത്സ ലഭിച്ചില്ല, ദിവസങ്ങളോളമായി ഞാൻ സ്കാനിങ്ങിന് വേണ്ടി കിടക്കുകയാണ്, ഞാൻ മരിച്ചാൽ അതിന്റെ ഉത്തരവാദി ഇതിന്റെ അധികാരികളാണ് എന്ന് പറഞ്ഞു മരിച്ചുപോയ വേണുമാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം കണ്ടതെങ്കിൽ ആ വേണുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്ത് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരിനെയാണ് സാർ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളം ഒന്നാകെ പറയുന്നത് LDFൽ നിന്ന് UDFിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് തെറ്റിൽ നിന്ന് തിരുത്തലുകളിലേക്കുള്ള ദൂരമാണെന്നാണ് എന്ന് ഈ നാടൊന്നാകെ പറയുന്നു സാർ. സാർ, സിയാറ്റിലെ ചീഫിന്റെ ഒരു പ്രസക്തമായ ഒരു കോട്ടുണ്ട്. ഓൺലി വെൻ ദ ലാസ്റ്റ് ട്രീ ഹാസ് ബീൻ ഫെൽഡ്, ദ ലാസ്റ്റ് റിവർ പോയ്സൺഡ്, ദ ലാസ്റ്റ് ഫിഷ് കോട്ട്, men will know that he cannot eat money. അവസാനത്തെ പുഴയും മലിനമാക്കപ്പെട്ടാൽ, അവസാനത്തെ മരവും മുറിച്ചു മാറ്റിയാൽ, അവസാനത്തെ മീനും പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകും അവന് പണം തന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് മുമ്പായി അത് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കേരളയിലടക്കമുള്ള പദ്ധതിയെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് പരിസ്ഥിതി കിണങ്ങുന്ന വികസന സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്ന് പറയുന്ന ഒരു സർക്കാരാണ് സാർ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചവർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ യഥാർത്ഥത്തിൽ ഭരണ നേട്ടങ്ങളല്ലേ പറയേണ്ടിയിരുന്നത്? പക്ഷെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവനകളല്ലേ സാർ അവർ പറഞ്ഞത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വിജയമുണ്ടായി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ജയിച്ചു. ആ ജയത്തെ എങ്ങനെയാണ് അവർ വിലയിരുത്തിയത്? ന്യൂനപക്ഷ വർഗീയതയാണ് പ്രിയങ്ക ഗാന്ധി ജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞത് പോളിറ്റ് ബ്യൂറോ അംഗമല്ലേ സാർ? സാർ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി ഇടതുപക്ഷം. ആ തോൽവിയിൽ നിന്ന് അവർ പാഠം പഠിച്ചോ? അവരെന്താ പറഞ്ഞത്? ഇവിടെ നേരത്തെ TV ഇബ്രാഹിം പറഞ്ഞില്ലേ, കാസർകോട്ടെയും മലപ്പുറത്തെയും ജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയത മനസ്സിലാകുമെന്ന് പറയുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോയ ഒരു മുന്നണിയായി ഇടതുപക്ഷം മാറിയില്ലേ സാർ? സാർ, കാഫിർ സ്ക്രീൻഷോട്ടിൽ നിന്ന് അവർ പാഠം പഠിച്ചോ? പേരാമ്പ്രയിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക ഫാത്തിമ തൈലിയ മത്സരിച്ചപ്പോ കൗമിന്റെ കുട്ടി എന്ന് പറഞ്ഞ് ഇവർ പ്രചരണം നടത്തിയില്ലേ? അവസാനം എന്താ സംഭവിച്ചത്?
LDFന്റെ കൺവീനറെ പരാജയപ്പെടുത്തി ഫാത്തിമ തൈലിയ പേരാമ്പ്രയിൽ നിന്നും ജയിച്ച് ഈ നിയമസഭയിൽ അംഗമാകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. എന്നിട്ട് ഇവർ പാഠം പഠിച്ചോ? ഇവരുടെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അദ്ദേഹം എന്താ പറഞ്ഞത്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയെന്നാണ്. പാഠം പഠിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഇവിടെ നേരത്തെ സുമേഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇടതുപക്ഷം തകരുമെന്ന വ്യാമോഹം ആർക്കും വേണ്ട എന്ന്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വ്യാമോഹവുമില്ല, അങ്ങനെ ഒരു മോഹവുമില്ല. ഇടതുപക്ഷം തകരണം എന്ന് ഞങ്ങൾ ആരും പറയുന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു മോഹം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു നിലപാടാണോ നിങ്ങൾ സ്വീകരിക്കുക? സർ, ഞങ്ങളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം 85,000 സർ, നിങ്ങളുടെ നേതാവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയെ നയിച്ച നേതാവിന് ആകെ കിട്ടിയ വോട്ട് 85,000 സർ, ഇത് ജനങ്ങൾ കൃത്യമായി വിധി എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് എന്നതിന്റെ നേർരൂപമല്ലേ സർ? എന്നിട്ടും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾ എതിരായി വിധി എഴുതിയ ഒരാളെ തന്നെ നിങ്ങൾ പ്രതിപക്ഷ നേതാവാക്കി. എന്നോടൊരു ഡിവൈഎഫ്ഐയുടെ നേതാവിന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചത്, ഞങ്ങൾക്കൊരു കരിങ്കൊടി പ്രകടനം നടത്താനുള്ള അവസരം എങ്ങനെ ഞങ്ങൾക്ക് കിട്ടുക? ഞങ്ങൾ എങ്ങനെയാണ് ഒരു കരിങ്കൊടി പ്രകടനം നടത്തുക? ഞാൻ ചോദിച്ചു, അതെന്തേ? നിങ്ങളുടെ കാലത്ത് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരിങ്കൊടി പ്രകടനം നടത്തിയതിന്റെ പേരിൽ ഹെൽമറ്റ് ഉപയോഗിച്ച് തല തല്ലിപ്പൊളിച്ചപ്പോ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കരിങ്കൊടി പ്രകടനം പോലും നടത്താൻ കഴിയില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഡിവൈഎഫ്ഐ നേതാക്കന്മാർക്ക് പോലും കാര്യം മനസ്സിലായി. CPMന്റെ ജില്ലാ കമ്മിറ്റികൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പിണറായി വിജയൻ മാറണമായിരുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാർക്ക് ഒരക്ഷരം പോലും പറയാൻ കഴിയുന്നില്ല. മഹാകവി G. ശങ്കരക്കുറുപ്പിന്റെ ഒരു വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്, കവിത ഞാൻ ഓർക്കുകയാണ്. ചങ്ങലക്കെട്ടിൽ കിടക്കയാണെന്നും നിങ്ങളുടെ അന്ധകരണം, കണ്ടിട്ടും കാണാതെ കേട്ടിട്ടും കേൾപ്പാതെ മിണ്ടാതെ നിങ്ങളിരിപ്പൂ എന്ന് പറഞ്ഞ അതേ അവസ്ഥയിലേക്ക് പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാർ പോലും മാറുന്ന ഒരു കാഴ്ചയാണ് സാർ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, പ്രതിപക്ഷം ക്രിയാത്മകമാകുമ്പോഴാണ് ജനാധിപത്യം സക്രിയമാകുന്നത്. പ്രതിപക്ഷത്തെ മാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തെ അംഗീകരിക്കും. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ പ്രതിപക്ഷത്ത് പ്രവർത്തിച്ചത് അതുപോലെയാണ് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഭാവമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. സ്പീക്കറുടെ കസേര മറിച്ചിട്ട് പൊതുമുതൽ നശിപ്പിച്ച് അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ അതേ ശൈലിയാണ് നിങ്ങൾ ഇനിയും ഇവിടെ ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ കേരളം അത് അംഗീകരിക്കാൻ പോകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മഹാകവി കുഞ്ഞുണ്ണി മാഷെ ഒരു ചെറിയ കവിത കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക. അതുകൊണ്ട് പ്രതിപക്ഷം സ്വയം നന്നായി പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ പിന്താങ്ങി ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.